നമസ്കാരം. 2025 മെയ് മാസം 19 തിങ്കളാഴ്ച ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ വിൻ വിൻ ലോട്ടറി നറുക്കെടുക്കുന്ന ദിവസമാണ്. തിങ്കളാഴ്ച ദിവസത്തെ ലോട്ടറി ടിക്കറ്റിൻ്റെ പേരാണ് വിൻ വിൻ ലോട്ടറി. ഈ വിൻ വിൻ ലോട്ടറി നറുക്കെടുപ്പ് നടക്കുന്ന സമയം തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2 മണിക്കാണ്. അപ്പോൾ ഈ സമയത്ത് ലോട്ടറി നറുക്കെടുക്കുമ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യമുണ്ടാകുവാൻ സാധ്യതയുള്ളത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ജ്യോതിഷപരമായിട്ടുള്ള ഒരു നിഗമനമാണ്, ശ്രദ്ധയോടുകൂടി കേൾക്കുക. അതുപോലെ തന്നെ എന്നും ഈ ചാനൽ കാണുവാൻ ശ്രമിക്കണം. കാരണം ഞാനിങ്ങനെ എന്നും പറയുമ്പോൾ ഭാഗ്യദേവത ഒരു പക്ഷെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറുകൾക്കായിരിക്കും ഒന്നാം സമ്മാനം നൽകുക. ഭാഗ്യദേവത എപ്പോഴാണ് നമ്മളെ കടാക്ഷിക്കുക എന്നുള്ളത് നമുക്ക് പ്രവചിച്ച് പറയുവാൻ മുൻകൂട്ടി പ്രവചിച്ച് പറയാൻ ചിലപ്പോൾ അസാധ്യമാണ്. ചിലപ്പോൾ നമ്മളെ അപ്രതീക്ഷിതമായി ഭാഗ്യദേവത അനുഗ്രഹിച്ചെന്ന് വരും. അതുകൊണ്ട് ഒരു ടിക്കറ്റോ 2 ടിക്കറ്റോ ഒക്കെ എടുത്ത് നോക്കുക. അതിൽ കൂടുതലൊന്നും എടുക്കരുതേ, ധനം കളയരുതേ. നമുക്ക് നന്നായി ജീവിക്കണം, എല്ലാ കാര്യങ്ങളും നടക്കണം. ലോട്ടറി ഭാഗ്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവർക്ക് തിരിച്ചു കൊടുക്കേണ്ടാത്ത ബാധ്യതയില്ലാത്തൊരു കുറച്ച് പണം നമുക്ക് കിട്ടുക എന്നുള്ളതിനെക്കുറിച്ച് അപ്പുറമായിട്ടൊന്നും ചിന്തിക്കരുത്. അത് നമുക്കൊരു ആശ്വാസമാണ്. ആ ആശ്വാസത്തിനു വേണ്ടി മാത്രം. സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികളിൽ കൂടിയാണ് എല്ലാവരും കടന്നു പോകുന്നത്. എങ്കിലും കിട്ടുന്ന പണം കൈവിട്ട് പോകാതെ സൂക്ഷിക്കുക. ഓക്കെ. അപ്പോൾ ജ്യോതിഷപ്രകാരമുള്ള ഒരു നിഗമനത്തിൽ ഞാൻ എത്തിച്ചേർന്നു. തിങ്കളാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യമുള്ളതെന്ന് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ, ഇങ്ങനെ ചിന്തിച്ച് നോക്കിയപ്പോൾ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷപ്രകാരം കണ്ടെത്തിയത്. അതിൽ രോഹിണി നക്ഷത്ര ജാതകർക്കാണ് സാധ്യത കൂടുതലായിട്ടുള്ളത്. പിന്നെ കന്നിക്കൂറിൽപ്പെട്ട ഉത്ര, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ അവർക്കും സാധ്യതയുണ്ട്. അത്തം നാളുകാർക്ക് സാധ്യത കൂടുതലുണ്ട്. ഇനി കണ്ടുപിടിച്ചത് ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെക്കുറിച്ചാണ്. അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉത്രാടം കാലിന് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെക്കുറിച്ച് ചിന്തിച്ചു. അവർക്കും സാധ്യതയുണ്ട്. രേവതി നാളുകാർക്ക് സാധ്യതയുണ്ട്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാരെക്കുറിച്ച് ജ്യോതിഷപരമായിട്ടുള്ള നിഗമനത്തിൽ എത്തിച്ചേർന്നു. ചിത്ര നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഈ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത കൂടുതലുള്ളത്. എവിടെ ഏതൊരു വ്യക്തിക്കാണ് ഇതൊക്കെ ലഭിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ലക്ഷക്കണക്കിന് ജാതകരല്ലേ ഒരു നക്ഷത്രത്തിലുള്ളത്. അപ്പോൾ ഈ കേരളത്തിൻ്റെ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ഒരു വ്യക്തിക്ക്, ഈ ജാതകനായിട്ടുള്ള ഒരു വ്യക്തിക്ക്, ഈ പറഞ്ഞ നക്ഷത്രങ്ങളിൽ ജനിച്ചൊരു വ്യക്തിക്ക് ലോട്ടറി സമ്മാനം കിട്ടും, അതുറപ്പാണ്. പിന്നെ ഈ കഴിഞ്ഞ ശനിയാഴ്ചത്തെ ഞാൻ പറഞ്ഞ നമ്പറുകളിലൊക്കെ ഉള്ള ഫലം വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ പറഞ്ഞു തന്ന, ഞാനിപ്പോൾ ലോട്ടറി ഭാഗ്യ റിസൾട്ട് എടുത്ത് നോക്കി, പത്രത്തിൽ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു തന്ന നമ്പറുകളിലൊക്കെ കൂട്ടി വരുമ്പോൾ 8 വരണമെന്നും അതുപോലെ തന്നെ അവസാനം വരുന്ന സംഖ്യകളൊക്കെ ആ സംഖ്യകൾക്കെല്ലാം ലോട്ടറി ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിസ്സാര കാര്യമല്ല, തള്ളിക്കളയലിൽ അവഗണിക്കരുത്. എപ്പോഴാണ് ഭാഗ്യദേവത നമ്മളെ തിരഞ്ഞെടുക്കുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. നമുക്ക് പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോകണം. അപ്പോൾ ഈ തിങ്കളാഴ്ച ദിവസത്തെ ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവസാനം 01 വരിക, 10 വരിക, 19 വരിക, 28 വരിക, അതുപോലെ തന്നെ 02 വരിക, 11 വരിക, 20 വരിക, 29 വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ടിക്കറ്റുകൾ എടുക്കുന്നതോടൊപ്പം തന്നെ കൂട്ടി നോക്കുമ്പോൾ 19 വരണം, കൂട്ടി നോക്കുമ്പോൾ 10 വരണം, കൂട്ടി നോക്കുമ്പോൾ 9 വരണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ടിക്കറ്റുകൾ എടുത്ത് പരീക്ഷിച്ച് നോക്കുക. ഭാഗ്യപരീക്ഷണമാണ്, പരീക്ഷിച്ച് നോക്കുക. മാക്സിമം 2 ടിക്കറ്റ്, അതിൽ കൂടുതൽ എടുക്കരുതേ കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഭാഗ്യദേവത എന്നാണ് ഈ ചാനലിൽ കൂടി പറയുന്നവർക്കൊരു ഒന്നാം സമ്മാനം നൽകുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഭാഗ്യദേവതയോട് ഞാൻ ഇന്നും പ്രാർത്ഥിച്ച്, സരസ്വതി ദേവിയോട് ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ പ്രതീക്ഷിക്കുക.